കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറ പോകുന്ന വഴിക്ക് മേരിക്കുളം ടൗണിൽ നിന്നും ഇടത്തേക്ക് ആനവിലാസം പോകുന്ന വഴിക്ക് തിരിയുമ്പോൾ തന്നെ വലതുവശത്തേക്ക് ആലടിക്ക് പോകുന്ന വഴിക്ക് പോയാൽ ആലടി വ്യൂ പോയിന്റിലെത്താം. കുട്ടിക്കാനം ഏലപ്പാറ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആലടിയിൽ നിന്നും ഗവൺമെൻറ് ആശുപത്രി പോകുന്ന വഴിക്ക് വന്നാലും ഇവിടെ എത്താം. ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ റോഡ് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ടാറിങ്ങും കോൺക്രീറ്റും ഒക്കെ ആയി അത്ര മോശമല്ലാത്തൊരു റോഡാണ്. വീതി കുറഞ്ഞതും നല്ല വളവുമുള്ള വഴിയാണ്. ഇതൊരു ബസ് റൂട്ട് കൂടിയാണ്. കുറച്ചു ദൂരം വന്നു കഴിയുമ്പോൾ നമുക്ക് സെൻറ് ജോസഫ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ കുരിശടി കാണാം. അതിന് നേരെ ഓപ്പോസിറ്റായി രണ്ട് കയ്യാലകളുടെ ഇടയിലൂടെയുള്ള ഈ ടാറിംഗ് റോഡെയാണ് നമുക്കിനി പോകേണ്ടത്. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല കയറ്റവും വളവും ഒക്കെ ആയിട്ട് കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ളൊരു കോൺക്രീറ്റ് റോഡാണ്. അങ്ങനെ കയറ്റമൊക്കെ കയറി മുകളിൽ വരുമ്പോൾ നെറ്റ് വെച്ച് മതിലുണ്ടാക്കിയിരിക്കുന്ന ഈ വീടാണ് ഒരടയാളം. ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് കല്ല് പതിപ്പിച്ചിട്ടുള്ള വഴിയിലൂടെ വേണം ഇനി നമുക്ക് പോകേണ്ടത്. 100 മീറ്റർ മാത്രമുള്ള ഈ കല്ലിട്ട വഴി. അത് കഴിഞ്ഞാൽ പിന്നെയും കോൺക്രീറ്റ് റോഡാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു കുരിശുമല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടാനോ മദ്യപാനം പോലുള്ള ആഗ്രഹങ്ങളുമായി ദയവ് ചെയ്ത് ആരും ഇവിടെ വരരുത്. അപ്പോൾ നമുക്ക് മല കയറി തുടങ്ങാം. ഈ പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ള വിതരണത്തിന് വേണ്ടിയുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിയാണിത്. സമയം ഏതാണ്ട് 9 മണിയായതേ ഉള്ളൂ. വെയിലിന് നല്ല ചൂടുണ്ട്. അത്ര വലിയൊരു മലയൊന്നുമല്ലെന്ന് ഇവിടെ നിന്ന് നമ്മൾ കയറുമ്പോൾ തോന്നുമെങ്കിലും മലയുടെ മറുവശം നല്ല ആഴമുള്ള സ്ഥലമാണ്. മല കയറി മുകളിലെത്തിയാൽ ആദ്യം നമ്മുടെ ശ്രദ്ധ പോകുന്നത് താഴെയുള്ള പെരിയാറിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പരപ്പും ഉപ്പുതറയും പെരിയാറിന് കുറുകെയുള്ള ഉപ്പുതറ പാലം ഒക്കെ കാണാം. കാട്ടുപന്നിയുടെയാണോ ഇനി മറ്റെന്തെങ്കിലും ജീവിയുടെയാണോ എന്നറിയില്ല. കാൽപ്പാടുകളൊക്കെ ഇവിടെ കാണാം.